ഷാജൻ സ്കറിയെ പഞ്ഞിക്കിടുന്നു എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ സകല ജിഹാദികളും സകല അന്തം കമ്പികളും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കും. ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തു എന്ന് വലിയ വായിൽ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മരമുറി ചാനൽ ആകെ എളിഭരായി. ഇദ്ദേഹത്തിൻ്റെ ഈ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ പോർട്ടലിലും യൂട്യൂബ് ചാനലിലും ഭയങ്കര സർക്കുലേഷനാണ്. ഈ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തോട് കാലുഷ്യം തോന്നാനുള്ള ഒരു കാരണം ഇതാണ്. മാധ്യമപ്രവർത്തകരിൽ 99% മിക്കവാറും 100% പുള്ളിക്കെതിരാണ്. പിന്നെ കേരള പോലീസ് ഇദ്ദേഹത്തെ പൂട്ടാനായിട്ട് പരമാവധി ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ ശ്രീനിജൻ MLA പരാതി കൊടുത്തു. പുള്ളിയെ ഏതാണ്ട് ജയിലിൻ്റെ പടിവാതിൽ വരെ എത്തി. അപ്പോഴാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് പോലീസ് ഷർട്ട് ഇടാൻ പോലും അനുവദിക്കാതെ, അണ്ടർവെയർ ഇടാൻ പോലും സമയം കൊടുക്കാതെ അറസ്റ്റ് ചെയ്തു. അതും അവസാനം പോലീസിന് ബൂമറാങ്ങായി. മറുനാടൻ മലയാളിയുടെ ഉടമസ്ഥനും പത്രാധിപനുമായ ഷാജൻ സ്കറിയയെ കഴിഞ്ഞ ദിവസം തൊടുപുഴയ്ക്കടുത്ത് വച്ച് മാർക്സിസ്റ്റുകാരെന്ന് കരുതപ്പെടുന്ന ചില സ്വാതന്ത്ര്യ സമര സേനാനികൾ മർദ്ദിച്ച വിവരം നിങ്ങൾ ഇതിനകം അറിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കും. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും അതിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല. കഷ്ടിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിൽ മാത്രമാണ് ഷാജൻ സ്കറിയെ മർദ്ദിച്ചു എന്ന രീതിയിൽ വിശദമായ വാർത്ത വന്നത്. പിന്നീട് മൗദൂദി ചാനലും അവർണ്ണനീയമായ ആനന്ദത്തോടുകൂടി ആ വാർത്ത അവരുടെ പ്രേക്ഷകരെ അറിയിച്ചു. മറ്റ് ചാനലുകളൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല. വർത്തമാന പത്രങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും ആ വാർത്ത തമസ്കരിച്ചു. ചിലതിലൊക്കെ സിംഗിൾ കോളം വാർത്തവും, ചിലതിലൊക്കെ തീരെ അഗണ്യ കോടിയിൽ യൂട്യൂബറെ മർദ്ദിച്ചു എന്ന രീതിയിൽ വാർത്ത പോകും. അതൊന്നും മിക്കവരും കണ്ടുകാണില്ല എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ആ വാർത്ത അറിയാത്തവരായിട്ട് ആരും തന്നെ ഈ ഭൂമി മലയാളത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ പോർട്ടലിലും യൂട്യൂബ് ചാനലിലും ഭയങ്കര സർക്കുലേഷനാണ്. ഈ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തോട് കാലുഷ്യം തോന്നാനുള്ള ഒരു കാരണം ഇതാണ്. മാധ്യമപ്രവർത്തകരിൽ 99% മിക്കവാറും 100% പുള്ളിക്കെതിരാണ്. ഒന്നാമത് അസൂയ, രണ്ടാമത് അസഹിഷ്ണുത. അതുകൊണ്ട് ഇദ്ദേഹത്തെ മാധ്യമപ്രവർത്തകൻ എന്നോ പത്രാധിപൻ എന്നോ വാർത്താ വിതരണക്കാരൻ എന്ന രീതിയിലൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല. യൂട്യൂബർ എന്ന് മാത്രമേ പറയൂ, അല്ലെങ്കിൽ മഞ്ഞപ്പത്രക്കാരൻ, ബ്ലാക്ക് മെയിലർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ നേരത്തെ നമ്മുടെ അലിമോലാളി കേസ് കൊടുത്തപ്പോൾ ഈ നാട്ടിലെ ഒരുപാട് മാധ്യമപ്രവർത്തകർ രോമഹർഷം അനുഭവിക്കുകയും വലിയ സന്തോഷം രേഖപ്പെടുത്തുകയും മുതലാളിയെങ്കിലും വന്നല്ലോ ഇവനെ പൂട്ടാൻ എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഷാജൻ സ്കറിയെ പിടിക്കാൻ മുതലാളിക്ക് പറ്റിയില്ല. പുള്ളി പല വിധികളും പയറ്റിയെങ്കിലും അതെല്ലാം പാളിപ്പോയി. പിന്നീടാണ് അൻവർ മുതലാളി വന്നത്. അൻവർ മുതലാളിയും വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയെങ്കിലും അവസാനം അത് പുള്ളിക്ക് തന്നെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് അനുഭവം. അങ്ങനെ അലി മുതലാളിയും അൻവർ മുതലാളിയും പരാജയപ്പെട്ട സ്ഥലത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രവി മുതലാളി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനും ഈ രംഗത്ത് പറയത്തക്ക നേട്ടമൊന്നും കൈവരിക്കാൻ കഴിഞ്ഞു. പിന്നെ കേരള പോലീസ് ഇദ്ദേഹത്തെ പൂട്ടാനായിട്ട് പരമാവധി ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ ശ്രീനിജൻ MLA പരാതി കൊടുത്തു. പുള്ളിയെ ഏതാണ്ട് ജയിലിൻ്റെ പടിവാതിൽ വരെ എത്തിച്ചു. ജില്ലാ കോടതിയും ഹൈക്കോടതിയും പുള്ളിയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി. പക്ഷേ സുപ്രീം കോടതിയിൽ പോയി ആദ്യ ഇടക്കാല ജാമ്യം നേടി. പിന്നീട് ഏതാണ്ട് കുറ്റപത്രം തന്നെ റദ്ദായി പോകുന്ന രീതിയിലുള്ള ഒരു അന്തിമ വിധി സമ്പാദിച്ചു. അങ്ങനെ അതിൻ്റെ ബലത്തിൽ പുള്ളി നെഞ്ചു പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് പോലീസ് ഷർട്ട് ഇടാൻ പോലും അനുവദിക്കാതെ, അണ്ടർവെയർ ഇടാൻ പോലും സമയം കൊടുക്കാതെ അറസ്റ്റ് ചെയ്തു. അതും അവസാനം പോലീസിന് ബൂമറാങ്ങായി. മജിസ്ട്രേറ്റ് എഴുന്നേറ്റ് നിന്ന് ജാമ്യം കൊടുത്തു. അങ്ങനെ അതും പാളിപ്പോയി. ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തു എന്ന് വലിയ വായിൽ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മരമുറി ചാനൽ ആകെ എളിഭരായി. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജാമ്യം കൊടുക്കുന്നത് പുള്ളിക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കാനാണെന്ന് നമ്മുടെ അടുപ്പൂട്ടി ചർച്ചക്കാർ പ്രഖ്യാപിച്ചു. അടുപ്പൂട്ടിക്കാർക്ക് പൊതുവെ ഇദ്ദേഹത്തോട് വലിയ വിരോധമാണ്. ഈ ഷാജൻ സ്കറിയയ്ക്ക് പോലീസിൽ ഒരുപാട് ആരാധകരുണ്ട് എന്ന് നമ്മുടെ മൗദൂദി ചാനലിൽ പറയുന്നത് ശരിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കുറഞ്ഞത് തൊടുപുഴ പോലീസിലെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ ഒരു 323 ചാർജ് ചെയ്യേണ്ട കേസിൽ ഏതാണ്ട് കൊലപാതക ശ്രമവും മറ്റുമൊക്കെയാണ് ചാർജ് ചെയ്തത്. പാർട്ടി അനുഭാവികളാണ് പ്രതികൾ എന്നുള്ള ഒരു ബോധ്യം പോലും സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഇല്ല എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഷാജൻ സ്കറിയയുടെ വാഹനം തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് ഇറക്കാതെ തന്നെ അദ്ദേഹം വാഹനത്തിലും ഇവർ പുറത്ത് നിന്നുകൊണ്ട് ആക്രമണം നടത്തി. അതിൻ്റെ ദൃശ്യങ്ങൾ അവർ തന്നെ ചിത്രീകരിച്ച് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഷാജൻ സ്കറിയെ പഞ്ഞിക്കിടുന്നു എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ സകല ജിഹാദികളും സകല അന്തം കമ്പികളും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഇതുണ്ടാക്കിയ പ്രതികരണങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ, അല്ലാണ്ട് മർദ്ദിച്ചതിനെ കുറിച്ചിട്ടല്ല. മർദ്ദിച്ച ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്താലും വീഡിയോ ചെയ്തെങ്കിലും മർദ്ദനം കഴിഞ്ഞു. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ മർദ്ദനം
നമ്മുടെ പൊതുസമൂഹത്തിൽ സമ്മിശ്ര വികാരങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ അത്ഭുതമൊന്നുമില്ല. അമ്മയെ തല്ലിയാൽ 2 വർഷം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ആ ഒരു സാധാരണ രീതി. അതിപ്പോൾ ഷാജൻ സ്കറിയ ആയാലും വ്യത്യാസമില്ല. ഷാജൻ സ്കറിയയെ മർദ്ദിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ എല്ലാവരും ഖിന്നരാണ്, വിഷാദമഗ്നരാണ്. ഷാജന് വലിയ മർദ്ദനമൊന്നും അനുഭവിക്കേണ്ടതല്ലെങ്കിലും അദ്ദേഹത്തിന് അനുകൂലമായി വലിയൊരു സഹതാപ തരംഗം നേരത്തേനും ഉണ്ട്. അലി മുതലാളി കേസ് കൊടുത്തപ്പോഴും ഉണ്ട്, അൻവർ മുതലാളി നേരിട്ട് വന്നപ്പോഴും ഉണ്ട്, വീട് വളഞ്ഞപ്പോഴും ഉണ്ട്. ഇപ്പോൾ അത് പരമകാഷ്ഠയിലെത്തിയിരിക്കുകയാണ്. മറുനാടൻ മുതലാളിക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിക്കാനായിട്ട് അധികം പേര് രംഗത്ത് വന്നില്ല. അധികം BJP അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ ഗവർണർ ആനന്ദ ബോസ്, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, പിന്നെ പൂഞ്ഞാർ സിംഹം PC ജോർജ്, ഇങ്ങനെ കുറച്ച് പേര് മാത്രമേ നേരിട്ട് വന്ന് അനുശോചനം രേഖപ്പെടുത്തു, പ്രതിഷേധം രേഖപ്പെടുത്തു. പിന്നെ സ്ഥലം MP ഡീൻ കുര്യാക്കോസ്, നമ്മുടെ MLA മാത്യു കുഴൽനാടന് ഫോണിൽ വിളിച്ച് സുഖവിവരം അന്വേഷിച്ചു. രമേശ് ചെന്നിത്തലയും VD സതീശനും ഫോണിൽ വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളി, അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജ്, ഇവർ രണ്ടുപേരും ആശുപത്രിയിൽ നേരിട്ട് ചെന്ന് രോഗവിവരം ആരാഞ്ഞു. വേറെ ആരും അതിനെക്കുറിച്ച് പ്രതികരിച്ചായിട്ട് അറിയില്ല. CPM-കാരെല്ലാവരും മഹാമൗനത്തിലാണ്. അവരിങ്ങനെ സംഭവമേ അറിഞ്ഞിട്ടില്ല. പാർട്ടി തീരുമാനമനുസരിച്ചല്ല മർദ്ദിച്ചത്, പാർട്ടിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. എന്നാൽ പാർട്ടി ഇതിനെതിരെ പ്രതികരിക്കുകയോ അപലപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യുകയില്ല. കാരണം പാർട്ടിക്കാരുടെ ആഗ്രഹം, പാർട്ടി നേതാക്കന്മാരുടെ ആവശ്യം, പിണറായി സഖാവിൻ്റെ അടക്കം താല്പര്യം ഇദ്ദേഹത്തെ മർദ്ദിക്കണം എന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് അവർ ഉള്ളാലിൽ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ജിഹാദികളുടെ കാര്യം അത് തന്നെ. പുള്ളിയെ പണ്ടേ തല്ലണ്ടായിരുന്നു എന്ന അഭിപ്രായക്കാരാണ് ഇവർ. അവർക്കോ ചെയ്യാൻ പറ്റിയില്ല. ഏതായാലും CPM-കാരെങ്കിലും ചെയ്തല്ലോ എന്ന ഒരു ചാരിതാർത്ഥ്യത്തിലും നിർവൃതിയിലുമാണ് അവരിയ്ക്കുന്നത്. പിന്നെ ഒരു വിഭാഗം കൂടി ഉണ്ട്. അതായത് ഷാജൻ സ്കറിയയെ മർദ്ദിച്ചത് ശരിയായില്ല. അതായത് ഇങ്ങനെയല്ല മർദ്ദിക്കേണ്ടത്, നന്നായിട്ട് മർദ്ദിക്കേണ്ടായിരുന്നു. മർദ്ദിച്ച രീതി ശരിയായില്ല. തല്ലിയ സ്ഥിതിക്ക് നന്നായിട്ട് തല്ലണ്ടായിരുന്നു. കുറഞ്ഞ് എല്ലെങ്കിലും ഓടിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ പല്ലെങ്കിലും അടിച്ച് കൊഴിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ചോരെങ്കിലും വരേണ്ടതായിരുന്നു. ഇതൊന്നും സംഭവിച്ചില്ല. വെറും കയ്യേറ്റം കൊണ്ട് യാതൊരു കാര്യവുമില്ല. ചീത്തപ്പേരാകുകയും ചെയ്തു. എന്നാൽ ഇയാൾക്ക് എന്താണ് പറയത്തക്ക വേദന, ശാരീരികമായ വേദന പോലും അനുഭവിക്കേണ്ടി വന്നില്ല എന്നുള്ളതിൽ ദുഃഖം അനുഭവിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കൂടി നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ജിഹാദികളുമുണ്ട്, കമ്മികളുമുണ്ട്, മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഷാജൻ സ്കറിയ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം നടത്തുന്ന മാധ്യമപ്രവർത്തനം ഏത് രീതിയിലായിരിക്കും എന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. അദ്ദേഹം തല്ലുകൊണ്ടല്ല അങ്ങനെ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ അടക്കം ന്യായീകരിക്കുന്ന നിലയിലേക്ക് പുള്ളി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ UDF സർക്കാരിൻ്റെ അധികാരത്തിൽ എത്തിയിട്ട് പുള്ളി വിശ്രമിക്കുള്ളൂ എന്ന നിലയിലേക്ക് പോകുമോ, അതോ ഇടതുപക്ഷവുമായിട്ട് സമരസപ്പെടുമോ, അതോ BJP-ക്ക് വേണ്ടിയിട്ട് തുറന്ന യുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന് പറയാറായിട്ടില്ല. ഏതായാലും ഇന്നേ ദിവസത്തെ സ്ഥിതി ഇതാണ്. ഇനി വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും, അന്ന് അദ്ദേഹത്തെ എന്ന് ഡിസ്ചാർജ് ചെയ്യും, എന്ന് പുള്ളി യൂട്യൂബിൽ വീണ്ടും സജീവമായിട്ട് വരും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പുള്ളിയുടെ നിലപാടിൽ എന്ത് മാറ്റം ഉണ്ടാകും, എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന കാര്യവും കാത്തിരുന്ന് കാണേണ്ടതായിട്ടിരിക്കും.